ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഞായറാഴ്ച ദിവസം എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളും ഇതുപോലെയൊന്നും ആയിരിക്കില്ല. ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും പുറത്തേക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് എണീറ്റത്. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എണീറ്റ് പല്ലതേപ്പും മിറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് തുണി അലക്കാനായിട്ട് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പൂരി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പണികളൊക്കെ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ പൂരിയുടെ മാവ് കുഴച്ച് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരിയോ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ആദ്യമേ തന്നെ ഇതുപോലെ മാവ് സെറ്റാക്കി കുറച്ച് നേരം വെച്ചേക്കൂട്ടോ. അതിനുശേഷമാണ് ഉരുട്ടി പരത്തി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം എന്നാൽ പിന്നെ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും 2 നേരം അടിച്ചു വാരാനാണ്. തുടയ്ക്കലൊക്കെ ഇടയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. വെള്ള ടൈലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ അഴുക്കാവണ അനുസരിച്ചാണ് ഞാൻ തുടച്ചിടാറ്. ഇന്നെന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ തുടച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോൾ അടിച്ചു വാരാൻ നിന്നാലും ഈ അടിച്ചു വാരണേൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഈ ബെല്ലുവിൻ്റെ ഓട്ടം പതിവാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി കുളിച്ചു. ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോൾ എന്തൊരു ആശ്വാസമാണല്ലേ. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് വന്നു. പൂരിയുടെ കൂടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പം അതിനുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുക്കറിൽ 1-2 വിസിലടുപ്പിച്ചെടുക്കും കേട്ടോ. ഈ സവാള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കാൻ സമയമില്ലാത്തവർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം എന്നാൽ പിന്നെ പൂരിക്കുള്ള മാവ് ഉരുട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ആ കുക്കറിൽ വിസിലും കൂടി വരും കേട്ടോ. അങ്ങനെ അതെല്ലാം ഉരുട്ടിയെടുത്തതിന് ശേഷം പരത്തിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എപ്പോൾ പൂരിയോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയാലും കറക്റ്റ് റൗണ്ട് ഷേപ്പിന് കിട്ടാറേ ഇല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും എങ്ങാനും 1-2 എങ്ങാനും കിട്ടിയെങ്കിൽ കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം നമ്മുടെ സവാളയൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു പച്ചമണമൊക്കെ മാറി വരണ സമയത്ത് തലേ ദിവസം നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയും ചേർത്ത് കൊടുത്ത് ഗ്രേവിക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നത് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കാറുള്ളത്. പച്ചവെള്ളം ചേർക്കാറില്ല. പിന്നെ നമുക്ക് ആ ഗ്രീൻ പീസിനും ഗ്രേവിക്കും വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് വിസിലടുപ്പിക്കാൻ വേണ്ടി വെക്കാം. ഈ വെക്കണ വെള്ളം ബെല്ലുവിൻ്റെ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അവൾക്ക് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് നമ്മൾ കുടിക്കാൻ കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് പൂരി ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഈ ഒരു സമയമായപ്പോഴേക്കും ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസം അങ്ങനെയാണല്ലോ, വൈകി എണീക്കുക, ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യങ്ങളൊക്കെ. നമ്മൾ അല്ലാത്ത ദിവസമൊക്കെ ഏകദേശം ഒരു 8:30-8:45 ആകുമ്പോഴേക്കും ചായ കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്രേവി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാപ്പി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വിചാരിക്കണത് ഇറങ്ങണ്ടായിരുന്നു എന്ന്. കാരണം നല്ല വെയിലും പോരാത്തതിന് നല്ല ചൂടുമായിരുന്നു. ഈ നട്ടപ്പൊരു വെയിലത്ത് എവിടെ വന്നേക്കണേന്ന് നോക്കിയേ, ഇതാ കാണുന്നതാണ് കേട്ടോ മലയാറ്റൂർ പാലം. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കയറി നിൽക്കാൻ പോലും ഒരു തണൽ പോലും ഇല്ല. തണലുണ്ട്, ചെറിയൊരു സ്പേസ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തേക്ക് മാറി നിന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താഴത്തെ പള്ളി മലയാറ്റൂർ. ഇവിടെ വന്നതിൻ്റെ കാരണം നമുക്ക് കുറച്ച് ഇങ്ങനത്തെ കല്ലുകൾ പറക്കിയെടുക്കാൻ വേണ്ടി വന്നതാണ്. വീട്ടിലൊരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വരണ വഴിക്ക് ഓരോ ഫ്രഷ് ലൈമൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമുക്ക് ഉച്ചക്കലത്തേക്ക് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കനും വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ വന്ന് കറിയൊക്കെ സെറ്റാക്കി ചോറും കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. പുഴയിലൊക്കെ പോയി വന്ന് കറിയൊക്കെ ഉണ്ടാക്കി ചോറും കഴിച്ച് കിടന്നു മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല ക്ഷീണമായതുകൊണ്ട് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ബേക്കറിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോണ സ്ഥലത്ത് ഈന്തപ്പഴം ഇഷ്ടമുള്ള ഒരാളുണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് ഈന്തപ്പഴം വാങ്ങാൻ കയറിയതാണ് കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചത് അവിടെ ചെന്നപ്പോൾ ചായയും പഴംപൊരിയൊക്കെ തന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ചായയോടെയും കുറേ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളുടെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് ഞാനൊന്ന് മേല് കഴുകി കേട്ടോ. അങ്ങനെ മേല് കഴുകലിനൊക്കെ ശേഷം ഞാനൊരു തണ്ണിമത്തൻ എടുത്ത് കഴിച്ചു. പുഴയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വാങ്ങിച്ചതാണ് തണ്ണിമത്തൻ. ചോറ് കഴിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഒരു തണ്ണിമത്തൻ്റെ പീസ് എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഞായറാഴ്ച കടന്നു പോയത്. ഇത്രയും നേരം എന്നെ കേട്ടോടും സഹിച്ചോണ്ടും ഇരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.